സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ ഡെറിവേഷനിൽ നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് വരയ്ക്കുക. ഇതിൽ എക്സ് ഡയറക്ഷൻ്റെ ഇതിന് നമുക്ക് ഡി എക്സ്, ഈ ഹൈറ്റിന് നമുക്ക് ഡി വൈ എന്നും ഈ ഒരു പ്രൊജക്ഷന് നമുക്ക് ഡി സെഡ് എന്നും കൊടുക്കാം. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്തു വിത്ത് ഡി എക്സ് ഡി വൈ ആൻഡ് ഡി സെഡ് ആസ് ദി കോർഡിനേറ്റ്സ്. ഇനി ഇതിൽ നമ്മൾ എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഹീറ്റിന് ക്യൂ എക്സ് എന്നും എന്നത് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്, വൈ ഡയറക്ഷനിൽ പോകുന്ന ഹീറ്റ് ക്യൂ വൈയും ഇവിടെ നിന്ന് വരുന്നത് ക്യൂ വൈ പ്ലസ് ഡി വൈ. ഇസഡ് ഡയറക്ഷനിൽ ഇവിടെ നിന്ന് ക്യൂ ഇസഡ് കയറുന്നു, ഈ ഒരു ഫേസിൽ നിന്ന് ഇറങ്ങുന്നത് ക്യൂ ഇസഡ് പ്ലസ് ഡി ഇസഡ്. ഇനി നമ്മുടെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ആണ് ആൻഡ് ദി ടോട്ടൽ ഹീറ്റ് ഫ്ലോ inflow in dTo time will be equal to Q dash. അതിന് നമുക്ക് Q ഇൻറ്റു dTo എന്ന് എടുക്കാം. അതായത് ക്യൂവിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്സ്, ജൂൾ പെർ സെക്കൻഡ്. ഇനി നമ്മൾ പറയുന്നത് ടോട്ടൽ ഹീറ്റ് ഫ്ലോ ഒരു dTo ടൈമിൽ സേ അറൗണ്ട് ഒരു 5 സെക്കൻഡിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണ് പോയെന്ന് അറിയാനായിട്ട് ഈ പെർ സെക്കൻഡിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? മൾട്ടിപ്ലൈ ബൈ ദ ടൈം വിൽ ഗീവ് ദി ടോട്ടൽ ഹീറ്റ് ഫ്ലോ ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഇനി നമ്മൾ അതുപോലെ ഇവിടെ ഇപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഹീറ്റ് മാത്രമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്യൂ ഡാഷ് ഓഫ് എക്സ്, ടോട്ടൽ ഹീറ്റ് ഫ്ലോ ഇൻ ദി എക്സ് ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു ക്യൂ ഇൻറ്റു dTo, ക്യൂ എക്സ് ഇൻറ്റു dTo. ക്യൂ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് കെ ഇൻറ്റു എ എക്സ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. അപ്പോൾ ഏരിയ ഇൻ ദി എക്സ് ഡയറക്ഷൻ, ഇതിപ്പോൾ നമുക്ക് എ ബി സി ഡി ആയിട്ട് ഈ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും റീജിയൻ, ഈ എക്സ് കയറുന്ന റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി ഇൻറ്റു സി ഡി ആയിരിക്കും. എ ബി എന്ന് പറയുന്നത് ഡി സെഡും ബി സി എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ. അപ്പോൾ എ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി സെഡ് ഇൻറ്റു ഡി വൈ. സോ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ എക്സ് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് ഇൻറ്റു dTo, ടോട്ടൽ ടൈം dToയിൽ. ഇനി ഇപ്പോൾ നമുക്ക് ക്യൂ എക്സ് കിട്ടി. ഇനി ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്, ഇതിൽ നിന്ന് ഇറങ്ങുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്തായിരിക്കും? ക്യൂ ഡാഷ് എക്സ് പ്ലസ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു ക്യൂ ഡാഷ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് ഇപ്പം നമ്മൾ ഹീറ്റ് ഇവിടെ നിന്ന് കയറി ഈ ഡി എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താണ് എന്തായിട്ട് ഇറങ്ങുന്നത്? ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്. അപ്പോൾ ഇറങ്ങുമ്പോൾ കയറുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെയും കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് ക്യൂ ഡാഷ് എക്സ് പ്ലസ് സം ചേഞ്ച് വെൻ ഇറ്റ് ട്രാവൽസ് ഇൻ ദി എക്സ് ഡയറക്ഷൻ. അതായത് ചേഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ ഡാഷ് എക്സ്. ആ ചേഞ്ചിന് എത്ര ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഡി എക്സ് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗീവ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് കമ്മിങ് ഔട്ട് ഫ്രം ദി അതർ എൻഡ്. അപ്പോൾ ബാക്കി അപ്പുറത്തുകൂടെ ഇറങ്ങുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്. അപ്പം ഇവിടെ ക്യൂ ഡാഷ് എടുത്തുകൊണ്ട് നമ്മൾ എന്തും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? dTo കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ടൈം ഫാക്ടർ. അപ്പോൾ നമുക്ക് കയറുന്ന ഹീറ്റും അറിയാം, ഇറങ്ങുന്ന ഹീറ്റും അറിയാം. അപ്പോൾ വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ഹീറ്റ് അക്യൂമുലേഷൻ? ഹീറ്റ് അക്യൂമുലേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ will be dq dash x is equal to q dash x minus e value, that is q dash x plus dou by dou x of q dash x in dx. So ഇത് രണ്ടും കൂടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ what will get? dq dash x is equal to minus dou by dou x of q dash x into dx. ഇനി നമുക്ക് q dash x എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ വാല്യൂ അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് കെ, ഇവിടെ നമുക്ക് എക്സ് ഡയറക്ഷനിൽ കെ എക്സ് എന്ന് കൊടുക്കാം. സോ മൈനസ് കെ എക്സ് ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് ഇൻറ്റു dTo ഇൻറ്റു ദിസ് ഡി എക്സ്. ഈ ഒരു ഡി എക്സും കൂടെ എഴുതുക. ഇനി നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യാം. കെ എക്സ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് എഴുതാം. ദാറ്റ് ഈസ് ഡി ക്യൂ ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് പോയി അത് പ്ലസ് ആവും. സോ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് കെ എക്സ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് അത് വരും.
പിന്നെ ഈ വരുന്ന ഡി എക്സ് ഡി വൈ ഡി സെഡ് ഡി ടു നമുക്ക് ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി ടു. സോ നമുക്ക് ഡി ക്യൂ ഡാഷ്, അതായത് നെറ്റ് ഹീറ്റ് അക്യൂമുലേഷൻ ഇൻ ദി എന്ത് ഡയറക്ഷൻ കിട്ടി? എക്സ് ഡയറക്ഷൻ കിട്ടി. ഇനി നമുക്ക് ബാക്കി എല്ലാത്തിൻ്റെ ഇതുപോലെ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇതിൽ നിന്ന് നമുക്കത് ഈസി ആയിട്ട് സിമിലർലി പറയാം. ദാറ്റ് ഈസ് ഡി ക്യൂ ഡാഷ് വൈ എന്ത് കിട്ടും? ഡോ ബൈ ഡോ വൈ വരും ഇൻറ്റു കെ വൈ ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ. ബാക്കിയെല്ലാം സെയിം തന്നെ, ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി ടു. ആൻഡ് സിമിലർലി ഡി ക്യൂ ഡാഷ് ഇസഡ് വിൽ ബി ഈക്വൽ ടു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെ ഇസഡ് ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഇൻറ്റു ഡി ടു. അപ്പോൾ നമുക്ക് 3 ഡയറക്ഷൻസിൻ്റെയും ഹീറ്റ് അക്യുമുലേഷൻ കിട്ടി. അപ്പോൾ ടോട്ടൽ ഹീറ്റ് അക്യുമുലേഷൻ എന്തായിരിക്കും ഇൻ ദ ഓൾ 3 ഡയറക്ഷൻസ്? ഈ 3 ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ അങ്ങനെ ആഡ് ചെയ്യുന്നതിന് നമുക്ക് എ എന്ന് പറയാം. അതായത് നെറ്റ് ഹീറ്റ് അക്യുമുലേറ്റഡ് ഇൻ ഓൾ 3 ഡയറക്ഷൻസ് എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വിൽ ബി ഈക്വൽ ടു ഡി ക്യൂ ഡാഷ് എക്സ് പ്ലസ് ഡി ക്യൂ ഡാഷ് വൈ പ്ലസ് ഡി ക്യൂ ഡാഷ് ഇസഡ് വിൽ ബി ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് കെ എക്സ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് കെ വൈ ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെ ഇസഡ് ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ്. ഇത് ഇത്രയും കോമൺ ആണ്. ഇൻറ്റു എന്ത് ടേംസും കൂടെ വരും? നമ്മുടെ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഇൻറ്റു ഡി ടു. നൗ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ക്വാണ്ടിറ്റി ആയി. ഇനി സപ്പോസ് ഇതിനകത്ത് സം എലമെൻ്റ് ഉണ്ട്, ഒരു എക്സ്പ്ലോസീവ് മെറ്റലോ എന്തെങ്കിലും ഒരു സാധനം വിച്ച് ക്യാൻ ജനറേറ്റ് ഹീറ്റ്. അപ്പോൾ അത് അതിനകത്തിരുന്ന് ബേൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്? സം എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് വിത്തിൻ ദി എലമെൻറ്റ്. സോ അതിനെ നമുക്ക് ബി ആയിട്ട് എടുക്കാം. സോ ഹീറ്റ് ജനറേറ്റഡ് വിത്തിൻ ദി എലമെൻറ്റ് ദറ്റ് ക്യൂ ജി വിൽ ബി ഈക്വൽ ടു ക്യൂ ജി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി ടു. അതായത് അത് ഒരു യൂണിറ്റ് വോളിയത്തിനാണ് ക്യൂ ജി എന്ന് പറയുന്ന ഒരു ഹീറ്റ് ഉണ്ടാകുന്നത്. ആൻഡ് അതിനെ നമ്മൾ ടോട്ടൽ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ഫോർ എ ഷോർട്ട് ടൈം ഡി ടു ആണെങ്കിൽ അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ക്യൂ ഡാഷ് ജി വിച്ച് ഈസ് ദി ടോട്ടൽ ഹീറ്റ് ജനറേറ്റഡ് വിത്തിൻ ദി എലമെൻറ്റ് ഡ്യൂറിങ് എ ടൈം ഡി ടു. അപ്പം എ യു ആയി ബി യു ആയി. ഇനി ഇത് രണ്ടും നമ്മുടെ ബോഡിക്കകത്ത് തന്നെ അക്യുമുലേറ്റ് ആവുന്നതാണ്. ഇത് ഓൾ 3 ഡയറക്ഷൻസിൽ കൂടുന്ന എമൗണ്ട് ഓഫ് ഹീറ്റും നൗ ദ ഹീറ്റ് ജനറേറ്റഡും ആ ബോഡിയിൽ ഇൻക്രീസ് ആവുന്ന ഹീറ്റാണ്. ഇതെല്ലാം ബോഡിയിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. സോ നമുക്ക് അടുത്ത എടുക്കാം. അത് ബേസിക്കലി നമ്മൾ എ പ്ലസ് ബി ഗീവ് സി. അതായത് എയും ബിയും കൂടെ ടോട്ടൽ ആഡ് ആവുന്ന ക്വാണ്ടിറ്റി എവിടെ സ്റ്റോർ ചെയ്യുന്നു? സി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ സി എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ദി എലമെൻറ്റ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമ്മുടെ ബേസിക് ഇക്വേഷൻ തന്നെയാണ് എം സി ഡെൽറ്റ ടി. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ നമുക്കറിയാം, എം സി ഇൻറ്റു ഡെൽറ്റ ടി. അല്ല എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ഓർ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്താണ്? ബോഡിയുടെ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇൻറ്റു സി സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഡോ ടി ബൈ ഇൻ ദ ടൈം ഫാക്ടർ ഡി ടു ഇൻറ്റു ഡി ടു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 എലിമെൻറ്റ്സ് എ ബി ആൻഡ് സി. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? എ പ്ലസ് ബി ഗീവ് സി. അപ്പോൾ ഇനി നമ്മൾ ഈ ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ഇക്വേഷനിലും ഡി എക്സ് ഡി വൈ ഡി സെഡ് ഡി ടു കോമൺ ആണ് അല്ലേ? അപ്പോൾ നമുക്കിനി ഈ 3 ടേമും ഇല്ലാണ്ട് എ പ്ലസ് ബി പ്ലസ് അത് കോമൺ ആയിട്ട് ക്യാൻസൽ ആയി പോയിക്കോളും. സോ എഴുതുമ്പോൾ ഫസ്റ്റ് എയുടെ ടേംസ് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡോ ബൈ ഡോ എക്സ് ഓഫ് കെ എക്സ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് plus dou by dou y of ky into dou t by dou y plus dou by dou z of kz into dou t by dou z plus qg is equal to ഇതിൽ ഇനി റിമൈനിങ് എന്തൊക്കെയാണ്? റോ ഇൻറ്റു സി ഇൻറ്റു ഡോ ടി ബൈ ഡോ ടോ. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ദി
ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഇതിനെ തന്നെ ഇനി നമുക്ക് ചെറുതായിട്ട് ഡെഡ്യൂസ് ചെയ്ത് 2-3 ഇക്വേഷൻസ് ആക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതിൽ നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി ഇപ്പോൾ KX, KY, KZ ഡിഫറെൻ്റ് ആണെങ്കിലാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നത്. ഇഫ് ദ KX, KY ആൻഡ് KZ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഇതിനെ എല്ലാത്തിൽ നിന്നും K കോമൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? ∂2t/∂x² പ്ലസ് ∂2t/∂y² പ്ലസ് ∂2t/∂z² പ്ലസ് qg/k is equal to ρc/k into ∂t/∂τ. ഇവിടെ ആൽഫ എന്ന് പറയുന്ന ഒരു തെർമൽ ഡിഫ്യൂസിവിറ്റി ഈസ് k/ρc. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 1/α ഇൻറ്റു ∂t/∂τ എന്ന് എഴുതാം. സോ ദിസ് എൻ്റയർ ഇക്വേഷന് നമുക്ക് ഡെൽ ഓപ്പറേറ്റർ വെച്ച് ഇതിനെ മാറ്റാം. ദാറ്റ് ഈസ് del² t പ്ലസ് qg/k ഈക്വൽ ടു 1/α ഇൻറ്റു ∂t/∂τ. ഇങ്ങനെ ഡെഡ്യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ജനറൽ കാർട്ടീഷ്യൻ ഇക്വേഷനെ സോൾവ് ചെയ്ത് പറയാം. ഇനി ഇതിനെ നമുക്ക് പ്ലെയിൻ വോളിലോട്ട് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമുക്ക് ജനറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ നമ്മുടെ ഇനി സിലബസിൽ 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ വിത്ത് ആൻഡ് വിത്തൗട്ട് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ജനറൽ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ del² t പ്ലസ് qg/k ഈക്വൽ ടു 1/α ഇൻറ്റു ∂t/∂τ. അപ്പോൾ ഇതിൻ്റെ ചെറിയ വേരിയേഷൻസ് നമ്മൾ നോക്കുക. ഇനി നമുക്ക് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ വിത്തൗട്ട് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എങ്ങനെ വരും? അതായത് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ വിത്തൗട്ട് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ദ ഇക്വേഷൻ വിൽ ബി del² t ഈക്വൽ ടു 1/α ഇൻറ്റു ∂t/∂τ. ഇത് അൺസ്റ്റഡി ആണെങ്കിലും ഇത് വരും. കാരണം സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ∂t/∂τ ബിക്കംസ് ഈക്വൽ ടു 0. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് വരുവാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ∂² t പ്ലസ് qg/k ഈക്വൽ ടു 0. നൗ ഇക്വേഷനിൽ സ്റ്റഡി ആണ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ സ്റ്റഡി സ്റ്റേറ്റ് വിത്ത് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? del² t പ്ലസ് qg/k ഈക്വൽ ടു 0. ആൻഡ് ഇതിൽ ഇനി വരാനുള്ള ഒരു കണ്ടീഷൻ 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ സ്റ്റഡി സ്റ്റേറ്റ് വിത്ത് നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ആണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ഇത് 3 ഡയമെൻഷനാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നതെല്ലാം. അതുകൊണ്ടാണ് del² t വന്നത്. ഇനി 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാത്രമേ വരികയുള്ളൂ? ∂² t/∂x². അപ്പോൾ ഇതെല്ലാം എലിമിനേറ്റ് ആവും. സ്റ്റഡി സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 ആവും. വിത്ത് നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 0 എന്ന് കിട്ടും. ക്ലിയർ? അതായത് 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ സ്റ്റഡി സ്റ്റേറ്റ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ∂² t/∂x² വരും. ബാക്കി 2 ഡയമെൻഷൻസ് അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തരുന്നു. നമുക്ക് ഈ 1 സിംഗിൾ ഡയമെൻഷനിൽ തന്നെ നമുക്കിപ്പോൾ പഠിക്കുന്നു. പിന്നെ ഇനി ഫർദർ സ്റ്റഡി നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 ഡയമെൻഷൻ. നമ്മുടെ ഒരു ബിടെക് ലെവലിൽ നമുക്കിപ്പോൾ ഏത് മാത്രം മതി? 1 ഡയമെൻഷൻ. അതായത് ∂² t/∂x²ഉം സ്റ്റഡി സ്റ്റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനി നമ്മുടെ 3rd മൊഡ്യൂളിൽ ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞു വരും. ലംപ്ഡ് അനാലിസിസ് അവിടെ വരുന്നത് ഈ ഒരു ടോപ്പിക്ക് വരും. അതായത് സ്റ്റഡി സ്റ്റേറ്റ് മാറി അൺസ്റ്റഡി വരുമ്പോഴാണ് നമ്മൾ ലംപ്ഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കുന്നത് ഈ പാർട്ട് 0 ആണ്. അതായത് നമ്മളെല്ലാം പഠിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. സോ ദിസ് ബിക്കം 0. നമുക്ക് 1 ഡയമെൻഷനെ പഠിക്കാനുള്ളൂ എല്ലാ ടോപ്പിക്സിലും. അപ്പം ∂² t/∂y²ഉം ഈ 2 ടോപ്പിക്സും നമുക്ക് ഒരിക്കലും ഇക്വേഷനിൽ നിന്ന് എടുക്കണ്ട. ദെൻ qg/k ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ടോപ്പിക്കിൽ വിത്ത് നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ആണെങ്കിൽ qg/k വരും. ഇനി 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ സ്റ്റഡി സ്റ്റേറ്റ് ആണ് വിത്ത് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? ∂² t/∂x² പ്ലസ് qg/k ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പ്ലെയിൻ വോളിൻ്റെ ഇക്വേഷനിലോട്ട് ഇനി പഠിക്കുന്ന സമയത്ത് സ്റ്റഡി സ്റ്റേറ്റ് വിത്ത് നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇതായിരിക്കും. ആൻഡ് അതിൽ ഹീറ്റ് ജനറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഡെറിവേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്ക് 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ ഫോർ എ പ്ലെയിൻ വോൾ, ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് പ്ലെയിൻ വോളിൻ്റെ ഡെറിവേഷൻ നോക്കാം. ദെൻ നമുക്ക്
വിത്ത് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ വരുമ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടും അത് രണ്ടും, അതായത് പ്ലെയിൻ വോളിൻ്റെ തന്നെ വിത്തൗട്ട് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷനും വിത്ത് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ വരുമ്പോഴുള്ള ഇക്വേഷൻസ് നോക്കാം. സോ ഫോർ പ്ലെയിൻ വോൾ വിത്ത് നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്ലെയിൻ വോൾ എടുക്കാം, ഹാവിങ് എ ലെങ്ത് എക്സ് ആൻഡ് ഇവിടുത്തെ ടെമ്പറേച്ചർ T1ഉം ഇവിടുത്തെ ടെമ്പറേച്ചർ T2. സോ ഫസ്റ്റ് ഇതിൻ്റെ ഹീറ്റ് അറിയാനായിട്ട് നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഡോ ടി ബൈ ഡോ എക്സ് ഈക്വൽ ടു C1 ആൻഡ് ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ടി ഈക്വൽ ടു, ടി ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. സോ ടി ഈക്വൽ ടു C1x പ്ലസ് C2 എന്ന് കിട്ടും. ഇനി വി ക്യാൻ അപ്ലൈ ദി ബൗണ്ടറി കണ്ടീഷൻ. അതായത് ബൗണ്ടറി കണ്ടീഷൻ എന്തായിരിക്കും? എക്സ് 0 വരുന്ന സമയത്ത് ടെമ്പറേച്ചർ T വിൽ ബി T1 ആൻഡ് എക്സ് ഒരു ലെങ്ത് L വരുന്ന സമയത്ത് ഈ ടോട്ടൽ ലെങ്ത് L എടുക്കാം. എക്സ് നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്. സോ ടോട്ടൽ ലെങ്ത് എക്സ് എൽ ആകുമ്പോൾ ടെമ്പറേച്ചർ T ബിക്കംസ് ഈക്വൽ ടു T2 ഹിയർ. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 T ഈക്വൽ ടു T1, T1 ഈക്വൽ ടു C2 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു L T ഈക്വൽ ടു T2, T2 ഇസ് ഈക്വൽ ടു C1ൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ C1 ഇൻറ്റു L, C2 ഇപ്പോൾ എത്രയാണ്? T1 ആണ്. സോ പ്ലസ് T1. സോ ഇതിൽ നിന്ന് നമുക്ക് C1 ഈക്വൽ ടു T2 മൈനസ് T1 ബൈ L എന്ന് കിട്ടും. അപ്പോൾ C1 ആയി C2 ആയി. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T ബിക്കംസ് ഈക്വൽ ടു C1ന് പകരം T2 മൈനസ് T1 ബൈ L പ്ലസ് ബൈ L ഇൻറ്റു എക്സ് പ്ലസ് C2 ഈസ് T1. T മൈനസ് T1, ഈ T1 ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈസ് ഈക്വൽ ടു T2 മൈനസ് T1 ഇൻറ്റു എക്സ് ബൈ L ഓർ T മൈനസ് T1 ബൈ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു എക്സ് ബൈ L. അപ്പോൾ നമുക്ക് എക്സ് ഡിസ്റ്റൻസിലുള്ള ടെമ്പറേച്ചർ എത്രയാണ് ഈ ഇക്വേഷൻ വഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എക്സ് ഇപ്പോൾ സം ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചറാണ് T. ഈ രണ്ട് ബൗണ്ടറി ടെമ്പറേച്ചർ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ ഒരു നമ്മുടെ എനി ടെമ്പറേച്ചർ ഡിസ്റ്റൻസിലുള്ള എനി ഡിസ്റ്റൻസ് എക്സിലെ ടെമ്പറേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ക്യൂവിൻ്റെ ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എങ്ങനെയാണ്? മൈനസ് കെ എ ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. നമുക്ക് ഡോ ടി ബൈ ഡോ എക്സ് ഇവിടെ നിന്ന് എന്താണെന്ന് അറിയാം? C1. സോ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു C1 ഈസ് വാട്ട്? T2 മൈനസ് T1 ബൈ L ഓർ ക്യൂ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ് ബൈ L ആണ് ഫോർ എ പ്ലെയിൻ വോൾ വിത്ത് നോ ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ്റെ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനായിട്ട് നമുക്ക് ആ ജനറൽ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇനി ഒരു ചെറിയൊരു കാര്യം അറിഞ്ഞിരിക്കുക. നമ്മളിതിൽ ടെക്സ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസിൻ്റെ ടേംസിലായിരിക്കും നമ്മളിത് കാണുന്നത്. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് V ഈസ് ഈക്വൽ ടു എന്തെന്നറിയാം? IR എന്നറിയാം. സോ കറണ്ട് പോകാനുള്ള റീസൺ എന്താണ്? അതായത് ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു കറണ്ട് പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ രണ്ട് എൻഡിൽ നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? വി മസ്റ്റ് മെയിൻറ്റെയിൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഡെൽറ്റ വി. അതായത് ഒരു ഡെൽറ്റ വി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു റെസിസ്റ്ററിൻ്റെ പുറത്തൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് പോകുന്നത് ത്രൂ ദിസ് റെസിസ്റ്റൻസ് R. സോ നമുക്ക് I ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? ഡെൽറ്റ വി ബൈ ആർ. സോ ഇത് എന്തിനാണ് നമ്മളിപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കുന്ന സ്ഥലത്ത് നോക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഹീറ്റ് കണ്ടക്ഷനെയും പറയാൻ പറ്റും. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു, ഇതിനിപ്പോൾ നമ്മൾ ഡെൽറ്റ ടി ആക്കി കഴിഞ്ഞാൽ ഡെൽറ്റ ടി ബൈ L ബൈ കെ എന്ന് എഴുതാൻ പറ്റും ഇല്ലേ? കെ നമ്മൾ താഴോട്ട് എഴുതി. അതായത് ഇതുവഴി ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ Q ഹീറ്റ് ഒരു പ്ലെയിൻ വോൾ വഴി പോകുന്നതിൻ്റെ മേജർ റീസൺ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു പൊസിഷൻസ്. ഇവിടെയും ഒരു സെയിം ടെമ്പറേച്ചറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതുവഴി എന്ത് പാസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല? ഹീറ്റ് പോകേണ്ട കാര്യമില്ല. ബട്ട് ഇവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഈ രണ്ട് സർഫസസ് തമ്മിലുള്ളത് കൊണ്ടാണ് അതുവഴി ഒരു ഹീറ്റ് Q പോകുന്നത്. ഇത് സെയിം അനലോജിയിൽ നമുക്ക് ഇതുപോലെ എന്ത് എഴുതാം? ഡെൽറ്റ ടി കാരണം ഒരു ഹീറ്റ് Q, അത് കറണ്ടിന് കൃത്യമായിട്ടാണ് നമ്മളിവിടെ ഹീറ്റിനെ പറയുന്നത്. ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുന്നത് പോലെയാണ് നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. ആൻഡ് റെസ്റ്റ് നമുക്ക് കിട്ടുന്ന ടേമാണ് L ബൈ കെ എ. അതാണ് നമ്മുടെ ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് ഫോർ എ
പ്ലെയിൻ വാൾ, തെർമൽ റെസിസ്റ്റൻസ് ഫോർ എ പ്ലെയിൻ വാൾ എന്താണ് അപ്പം? L/KA. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഡേറ്റ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പേജ് നമ്പർ 44 ഫസ്റ്റ് നമുക്ക് ആ പേജിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടാവും ക്യൂവിന് ജനറൽ ഇക്വേഷൻ ആയിട്ട് ΔT/R എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഏത് ഷേപ്പ് എന്ത് കോൺഫിഗറേഷൻ പഠിച്ചാലും നമ്മൾ ഡേറ്റ ബുക്കും കൂടെ യൂസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണമെന്നില്ല. ബട്ട് ഇത് നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, ഇത് പഠിക്കേണ്ടി വരും. ബട്ട് ഡേറ്റ ബുക്കും കൂടെ നോക്കി എടുക്കുവാണെങ്കിൽ അതിൻ്റെ മേളിൽ നമുക്ക് Q = ΔT/R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആ പേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നിട്ടുണ്ട്. where this R for each sections. ഇവിടെ നമ്മൾ ആദ്യം നോക്കിയത് ഏതാണ്? പ്ലെയിൻ വാൾ. സോ പ്ലെയിൻ വാളിനാണെങ്കിൽ ആറിൻ്റെ ഇക്വേഷൻ എന്താണ്? L/KA. അത് നമ്മുടെ ഡേറ്റ ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് നമ്പർ 44 ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ഫോർ എ പ്ലെയിൻ വാൾ. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരച്ച് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. അതായത് ഇതുവഴി ഒരു നമ്മുടെ Q ഹീറ്റ് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ടെമ്പറേച്ചർ ഡിഫറൻസ് T1 T2 ആണ്. സോ ഇവിടുത്തെ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്താണ്? ദിസ് ഈസ് L/KA ഫോർ എ പ്ലെയിൻ വാൾ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ഇപ്പോൾ നമ്മളൊരു പ്ലെയിൻ വാൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പോസിറ്റ് വാൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു റൂമിലൊക്കെ ഉള്ള വാളിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇനി നമ്മൾ വാളിനെ ഒന്ന് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്യുക. ഈ രണ്ട് സർഫസും വാൾ ഒരു സിംഗിൾ മെറ്റീരിയലാണോ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്? ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അത് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്. ഒരു മെറ്റീരിയൽ ബ്രിക്കാണ്, ദെൻ കംസ് സിമെൻറ്റ്, ദെൻ കംസ് പെയിൻറ്റ്. അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് ഈവൻ നമ്മളൊരു വാൾ നോക്കിയാൽ തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ പഠിച്ചായിരുന്നു. ഈ തെർമൽ കണ്ടക്ടിവിറ്റി ഓരോ മെറ്റീരിയലിലും എല്ലാ മെറ്റീരിയലിനും സെയിം ആണോ? അല്ല. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു 3 മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സേ A, B ആൻഡ് C, ഈ ഓരോ മെറ്റീരിയലിൻ്റെയും തെർമൽ കണ്ടക്ടിവിറ്റി KA, KB, KC ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം വേ ലെങ്ത് LA, LB, LC അതും ഓരോന്നിനും ഓരോ വാല്യൂ ആയിരിക്കും. ലെങ്തും ഡിഫർ ചെയ്യുന്നുണ്ട്, നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഡിഫർ ചെയ്യും. സോ ഇനി നമ്മൾ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർഫസ്. സോ ഇവിടെ നിന്ന് നമ്മൾ ഹീറ്റ് വരുന്ന സമയത്ത് ദിസ് വിൽ ഗെറ്റ് ഹീറ്റ് ഫ്ലോയുടെ ടെമ്പറേച്ചറിൻ്റെ ഗ്രേഡിയൻറ്റ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ പോയിന്റിലും. അതായത് ഇവിടെ T1 ആണെങ്കിൽ ഇവിടെ ഇറ്റ് വിൽ ബി T2, ഇവിടെ T3 ആയിരിക്കും, ഇവിടെ T4 ആയിരിക്കും. പക്ഷേ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ തിങ് ഉണ്ട്. അതായത് ഈവൻ ദോ ടെമ്പറേച്ചർ റേറ്റ്സ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഓരോ പോയിന്റിലും ഡിഫറെൻ്റ് ആണെങ്കിലും ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. അതായത് Q ഈ എല്ലാ വാളിലും എല്ലാ മെറ്റീരിയലിലും കൂടെ പോകുന്ന റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ സിമിലർ ആയിരിക്കും. അതിൻ്റെ അനലോജി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു എളുപ്പ വഴി ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക. ഈ പൈപ്പിന് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേരിയിങ് ഏരിയ ആണ് ഉള്ളത്. ബട്ട് ഇവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ കയറിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്ത് തന്നെ ആയിരിക്കും? സെയിം വാട്ടർ മോളിക്യൂൾ തന്നെ ആയിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ വെലോസിറ്റി ഡിഫറെൻ്റ് ആയിക്കഴിഞ്ഞാലും ഇറങ്ങുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സിമിലർലി നമ്മുടെ ഹീറ്റ് ഫ്ലോ ത്രൂ ഔട്ട് ദിസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ എല്ലാ കോമ്പോസിറ്റ് മെറ്റീരിയലിലും കൂടെ ഇറങ്ങുന്ന റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഈവൻ ദോ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഓരോ പൊസിഷനിലും മാറിയാലും ആ ഒരു മെറ്റീരിയലിൽ പോകുന്ന ഹീറ്റ് ഫ്ലോയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഇക്വേഷനിൽ നമ്മുടെ Qൻ്റെ ഇക്വേഷൻ എന്താണ്? K × A × T1 - T2 / L. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡിലെ ടെമ്പറേച്ചറും അറിയാൻ പറ്റും, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നമുക്കൊരു തെർമോമീറ്ററോ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇൻസൈഡ് ടെമ്പറേച്ചറും ഔട്ട്സൈഡ് ടെമ്പറേച്ചറും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വാട്ട് അബൌട്ട് ദി മിഡിൽ ടെമ്പറേച്ചേഴ്സ്? അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ T2 T3 ഒന്നും നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ ഒരു എക്യുപ്മെൻ്റ് എടുത്ത് അതിനകത്തോട്ട് വെക്കാനുള്ള പോസിബിലിറ്റി അവിടെ കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ എന്തിലൊക്കെ വേണം? T1ലും T4ലും Qന് ഒരു ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ കോമ്പോസിറ്റ് വാളിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻ്റെ അതൊരു ഡെറിവേഷൻ പോലെയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കോമ്പോസിറ്റ് വാളിലാണെങ്കിൽ ഇനി നമ്മൾ Kയും Lയും വെറുതെ ഡിനോട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് ഡെഫിനിഷൻ കൊടുക്കണം. ബിക്കോസ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന ഇത് എന്താണ്? ഫസ്റ്റ് മെറ്റീരിയലിൽ KAയും അതിൻ്റെ ലെങ്ത് എന്താണ്? LAയും.
അപ്പോൾ കെ എയും എൽ എയും ആണ് ഫസ്റ്റ് നമ്മുടെ സെക്ഷൻ്റെ വേരിയിങ് പാരാമീറ്റേഴ്സ്. ഈ ഏരിയ മാറുന്നുണ്ടോ? ഏരിയ എല്ലാവർക്കും ഡൗട്ടാണ്. കാര്യം ഈ ലെങ്ത് മാറിക്കഴിഞ്ഞാൽ ഏരിയ മാറുമോ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്ലെയിൻ വാളെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഈ ഏരിയ അല്ല നോക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഒരു കോമ്പോസിറ്റ് വാളെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷൻ്റെ ഏരിയ നമ്മൾ എടുക്കുമ്പോൾ ഈ ഏരിയ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ ലെങ്തും ഇതിൻ്റെ ഹൈറ്റും അല്ല നമ്മുടെ ഏരിയ ആയിട്ട് എടുക്കേണ്ട. ഓൾവേസ് നമ്മൾ നോർമൽ ഏരിയ, ഹീറ്റ് ഈ ഡയറക്ഷനിൽ കയറി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു വാളോ കോമ്പോസിറ്റ് എന്ത് മെറ്റീരിയൽ എടുത്താലും അതിൻ്റെ നോർമൽ ഏരിയ വിൽ റിമൈൻ ദി സെയിം. അപ്പോൾ അറിയാം നമ്മളെപ്പോഴും ഈ ഒരു ഏരിയ അത് ക്വസ്റ്റ്യനിൽ ഒരിക്കലും തരത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഏരിയ എല്ലാം യൂണിറ്റി ആയിട്ട് എടുത്ത് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അറിഞ്ഞിരിക്കുക എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, നോർമൽ ഏരിയ. സോ ഫസ്റ്റ് സെക്ഷൻ്റെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈക്വേഷൻ വെച്ച് അറിയാം. ഇനി സെക്കൻഡ് സെക്ഷൻ്റെ നമുക്ക് ഇതുപോലെ ഹീറ്റ് കണ്ടക്ഷൻ്റെ ഇക്വേഷൻ ഫോറിയർ ലോ വെച്ച് എങ്ങനെ എഴുതാം? വിൽ ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എ ഇൻറ്റു T2 മൈനസ് T3 വരും അവിടെ അല്ലേ. ബി സെക്ഷൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഏതൊക്കെയാണ്? T2 ഉം T3 ആണ്. സോ ഇറ്റ് ബിക്കംസ് T2 മൈനസ് T3 ഡിവൈഡഡ് ബൈ LB, റൈറ്റ്. ആൻഡ് മൂന്നാമത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു കെ സി ഇൻറ്റു എ ഇൻറ്റു T3 മൈനസ് T4 ബൈ LC. അപ്പോൾ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും തേർഡ് സെക്ഷനും എല്ലാം ഫോറിയർ ലോ വെച്ച് തന്നെ നമ്മൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി നമുക്കിതിൽ T1 ഉം T4 ആയിട്ടുള്ള ഇക്വേഷനിൽ കൊണ്ടുവരാനായിട്ട് ഇവിടെ നമ്മൾ T1 മൈനസ് T2 ഇക്വേഷനിലോട്ട് എഴുതുക. അപ്പോൾ Q ഇൻറ്റു LA ബൈ കെ എ ഇൻറ്റു എ വരും. T2 മൈനസ് T3 വിൽ ബി ഈക്വൽ ടു Q LB by KB into A, and T3 minus T4 will be equal to Q LC by KC into A. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3. ഇനി ഇതിൽ ഈ 3 ഇക്വേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? Adding these 3 equation, T2 and T2 gets cancelled, T3 and T3 gets cancelled. അപ്പോൾ LHSൽ എന്ത് വരും? T1 മൈനസ് T4 ഈസ് ഈക്വൽ ടു RHS. നമുക്ക് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ Q ബൈ എ കോമൺ ആണ്, എല്ലാത്തിനും Q കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ നോർമൽ ഏരിയ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് Q ബൈ എ ക്യാൻ ബി ടേക്കൺ കോമൺ ഔട്ട്സൈഡ്. സോ എന്ത് റിമൈൻ ചെയ്യും? LA ബൈ കെ എ പ്ലസ് LB ബൈ കെ ബി ആൻഡ് LC ബൈ കെ സി. ഇനി നമുക്ക് Q ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ Q വിൽ ബി ഈക്വൽ ടു ഏരിയ ഇൻറ്റു T1 മൈനസ് T4 ഡിവൈഡഡ് ബൈ LA ബൈ കെ എ പ്ലസ് LB ബൈ കെ ബി പ്ലസ് LC ബൈ കെ സി. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ T1 മൈനസ് T4 ഡയറക്റ്റ് നമുക്ക് ഏതൊക്കെ ടെമ്പറേച്ചർ മതി? T1 ഉം T4 അറിയാം, ഏരിയ അറിയാം, ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ മെറ്റീരിയലിൻ്റെ ലെങ്ത് നമുക്കറിയാം, അല്ലെങ്കിൽ തിക്നെസ് അറിയാമെങ്കിൽ LA LB LC അറിയാം, അതിൻ്റെ എല്ലാം തെർമൽ കണ്ടക്ടിവിറ്റി അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദി Q വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ Q വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് വാളിൻ്റെ കണ്ടു. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന് കുറച്ചും കൂടെ സിമ്പിളാക്കാം. പക്ഷേ ഒരു അഡീഷണൽ കാര്യം കൂടെ നമുക്ക് വരുന്നുണ്ട്. ABC എന്ന് പറയുന്ന ഒരു 3 മെറ്റീരിയലുണ്ട്. പക്ഷേ ഇവിടെ ഒരു കൺവെക്ഷനും കൂടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കൺവെക്ഷൻ്റെ ബേസിക് ലോ, ഇപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അതുപോലെ ഈ ഒരു വാളിനെ ഹീറ്റ് ചെയ്യുന്നത്, സപ്പോസ് നമ്മുടെ റൂമിനകത്ത് ഫുൾ ഹോട്ട് സ്റ്റീം ഇരിക്കുവാണ്. ആ ഹോട്ട് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ THF ആണ്, അവിടെ HHF ആണ് അതിൻ്റെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ്. അപ്പം ഈ ഒരു ടെമ്പറേച്ചർ കാരണം ഈ ഈ വാൾ ഹീറ്റ് T1 പോകുന്നു. ദെൻ അത് കണ്ടക്ട് ചെയ്ത് T2 ആവും, കണ്ടക്ഷൻ വഴി T3 ആവും, ദെൻ കണ്ടക്ഷൻ വഴി T4 ആവും, ദെൻ അഗെയിൻ കൺവെക്ഷൻ ഹാപ്പൻസ്. അതായത് അതിൻ്റെ ഔട്ട്സൈഡ് വാളിലും എയർ ഉണ്ട്. അപ്പം ഈ വാളുമായിട്ട് വരുന്ന കോണ്ടാക്റ്റ് വരുന്ന ഈ എയറും എന്താവും? ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇരിക്കുന്ന എന്താണ്? കോൾഡ് ഫ്ലൂയിഡ് ആണ്. സോ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ TCF-ഉം അവിടുത്തെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് HCF-ഉം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര നമ്പർ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 2 കൺവെക്ഷനും വരും, 3 കണ്ടക്ഷനും വരും. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ ആദ്യം THF-ന്ന് T1 ആവുന്നു, ദെൻ T1 T2 ആവുന്നു, T2 T3 ആവുന്നു, T3 T4 ആവുന്നു, ദെൻ T4
TCF ആവും. അതായത് THFനും T1നും ബിറ്റ്വീനായിട്ടുള്ളത് എന്ത് റെസിസ്റ്റൻസ് ആണ്? കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അനുസരിച്ച് ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താണ്? HA∆T. സോ ഇവിടെ എച്ചിന് പകരം നമുക്ക് HHF ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? THF മൈനസ് T1. അതേ ഇക്വേഷൻ ആയിരിക്കും എന്ത് വരുന്നത്? അതേ ഹീറ്റ് ട്രാൻസ്ഫർ തന്നെയാണ് ഹീറ്റ് കണ്ടക്ഷൻ വഴി ഫസ്റ്റ് മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. സോ അതിൻ്റെ K ഇൻറ്റു A ഇൻറ്റു K ആണ് ഇവിടുത്തെ തെർമൽ കണ്ടക്ടിവിറ്റി. ദിസ് ഇസ് KB, ദിസ് ഇസ് KC, LA, LB ആൻഡ് LC ലെങ്ത്. സോ ഫസ്റ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ KA ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ബൈ LA. ഈ രണ്ട് ഇക്വേഷനും എഴുതിയത് മനസ്സിലാക്കണം. ആദ്യം നമ്മുടെ കൺവെക്ഷനാണ്. കൺവെക്ഷന് നമ്മൾ എന്ത് ലോ അപ്ലൈ ചെയ്യണം? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ദെൻ കണ്ടക്ഷൻ ത്രൂ എ പ്ലെയിൻ വാൾ, അതിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ ഒരു പ്ലെയിൻ വാളിൻ്റെ ഇക്വേഷൻ എഴുതി. രണ്ടാമത് ഇനി ബി കൂടെ പോകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? KB ഇൻറ്റു A ഇൻറ്റു T2 മൈനസ് T3 ബൈ LB വിച്ച് വിൽ ബി ഈക്വൽ ടു KC ഇൻറ്റു A ഇൻറ്റു T3 മൈനസ് T4 ബൈ LC ആൻഡ് ഈസ് ഈക്വൽ ടു, പിന്നെ എന്ത് നടക്കുന്നുണ്ട് ഇവിടെ? എഗെയിൻ കൺവെക്ഷൻ നടക്കുന്നുണ്ട്. കൺവെക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? HCF ഇൻറ്റു A ഇൻറ്റു T4 മൈനസ് TCF അല്ലേ? ഇനി നമുക്ക് വേണ്ട ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ രണ്ട് ടെമ്പറേച്ചർ ഏതൊക്കെയാണ്? T1ഉം T4ഉം അല്ല, ഇനി ഏറ്റവും ഇൻസൈഡിലുള്ളത് ഹോട്ട് ഫ്ലൂവിൻ്റെ THFഉം ഇവിടെ എന്താണ്? TCFഉം. അപ്പോൾ THFലും TCFലും ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. THF മൈനസ് T1 ഈസ് ഈക്വൽ ടു Q ബൈ HHF ഇൻറ്റു A ആൻഡ് T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു QLA by KA into A and T2 minus T3 is equal to QLB by KB into A and T3 minus T4 is equal to QLC by KC into A and T4 minus TCF is equal to Q by HCF into A. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 ഇക്വേഷൻ ഉണ്ട്. ഈ 5 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ T1, T2, T3 ഇതെല്ലാം ക്യാൻസൽ ആയിട്ട് നമുക്ക് T1 മൈനസ് THF മൈനസ് TCFൽ ഒരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ഇറ്റ് വിൽ ബി ക്യൂവും എയും കോമൺ എടുത്തു കഴിഞ്ഞാൽ Q ബൈ A ഇൻറ്റു 1 ബൈ HHF പ്ലസ് LA ബൈ KA പ്ലസ് LB ബൈ KB പ്ലസ് LC ബൈ KC പ്ലസ് ഇത് ഒരുമിച്ച് എഴുതി പോവുക. ഇത് സ്വന്തമായിട്ടും കൂടെ ഡിറൈവ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഈസി ആവും. ജസ്റ്റ് നമ്മൾ നോക്കി മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇടയ്ക്ക്. അതും കൂടെ എഴുതി പോവുക. ഓക്കെ, 1 ബൈ HCF. അപ്പോൾ നമുക്ക് 5 ടേം ഇതിനകത്ത് വരും. കാരണം 2 കൺവെക്റ്റീവിൻ്റെ ടേമും വരും, 3 കണ്ടക്ഷൻ്റെ ടേമും വരും. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ക്യൂവിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? A ഇൻറ്റു THF മൈനസ് TCF ഡിവൈഡഡ് ബൈ ദാറ്റ് റെസിസ്റ്റൻസ് ടേം. ഇതെല്ലാമാണ് നമ്മുടെ തെർമൽ റെസിസ്റ്റൻസ്. ഇത് ഡേറ്റാ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കോമ്പോസിറ്റിൻ്റെ വിത്ത് കൺവെക്ഷനുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്ക് അതുപോലെ കാണും. ഇനി ഇതിൻ്റെ HHFഉം HCFഉം നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ THFനും T1നും ഇടയ്ക്ക് വരുന്ന എന്താണ്? 1 ബൈ HHF. ഇത് സീരീസിലെ പോലെ റെസിസ്റ്റൻസ് നമ്മൾ ഓരോന്ന് R1, R2, R3, R4, R5ൻ്റെ വാല്യൂ എഴുതി കഴിഞ്ഞാൽ ഈ R1, R2, R3, R4 ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ഉള്ളത് നോക്കുന്നുണ്ടെങ്കിൽ R5 വാല്യൂ വേണ്ട, ഇതുവരെ ഉള്ളത് വിട്ട് കഴിഞ്ഞാൽ R3 വരെ ഉള്ളത് മതി. അങ്ങനെ നമുക്ക് എടുക്കാം. ദിസ് വിൽ ബി LA ബൈ KA, ദിസ് ഈസ് LB ബൈ KB, ദിസ് ഈസ് LC ബൈ KC ആൻഡ് ദിസ് ഈസ് 1 ബൈ HCF. ഈ ഒരു രീതിയും കൂടെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബിക്കോസ് നമ്മളിനി ലാസ്റ്റ് മൊഡ്യൂൾ റേഡിയേഷനിലോട്ടൊക്കെ എത്തുമ്പോൾ അവിടെ എല്ലാം ഇലക്ട്രിക്കൽ അനലോജിയുടെ ഇക്വലൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. സോ ഈ ഒരു ഇലക്ട്രിക്കൽ രീതിയിലും കൂടെ നമ്മൾ റെസിസ്റ്റൻസ് എഴുതുന്നത് ജസ്റ്റ് ഇത് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നമ്മളൊരു പ്രോബ്ലത്തിൽ ഈ ഒരു ഡയഗ്രാമും കൂടെ വരച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് വലിയ വലിയ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഈസിയാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയും കൂടെ വെച്ചിട്ട് നമുക്ക് കൺവെക്ഷനും കണ്ടക്ഷനും വരുന്ന ഒരു കോമ്പോസിറ്റ് വാളിൻ്റെ പ്രോബ്ലംസും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യാം.